சிவா, நீ இந்த பிசினஸ் நோக்கி மதுராட்சிக்கு வா. இங்க 5 கிடைக்கும் போது அங்க 500 கிடைக்கும். நீ அவளையும் நோக்கி மதுராட்சிக்கு வா சிவா. அங்க இந்த மாதிரி செட்டியாரு நிறைய இருக்கு, நிறைய சம்பாதிக்கலாம். அங்க உன்ன மாதிரி கையம் வீசி வந்தவனெல்லாம் இப்ப என்ன சரியும் தெரியுமா? കാറാച്ച്, ബംഗ്ലാവാച്ച്, മുന്നാടി ഗൂർഖയും വച്ച്. എനിക്ക് ജീവിക്കാനുള്ള ഇവിടം കൊണ്ട് കിട്ടും അപ്പയ്യ. എടാ, அப்படி வாழறதா ஏது நாய்க்க முடியும்? பணம் சம்பாதிக்கணும், நிறைய பணம் சம்பாதிக்கணும். இத பாரு, செட்டியாரு அங்க ஏர் கண்டிஷன் ரூம்ல படுத்துட்டு இருக்காரு. நம்ம இங்க வராந்தையில நாய் மாதிரி உட்கார்ந்து இருக்காரு. அவரும் நம்மளும் தம்மில் என்ன வித்தியாசம்? பணம். அது மட்டும் தானே. பணம் இருந்தா நமக்கும் அவரோட மாதிரி மெத்தையிலே போய் நிம்மதியா படுத்து தூங்கிடலாம். பணம் தானடா உலகத்துக்கு ஜீவநாடி. நீ அது யோசனை பண்ணி பாரு. എടാ, പണം വേണം, പണം. എന്നെയും ഉന്നെയും പെരിയവനാക്കുന്നത് പണം താൻ. പുരിഞ്ഞതാ? இதுதான் செட்டியார் வீட்டு அட்ரஸ், இது கடை அட்ரஸ், இது டெலிபோன் நம்பர். கூடிய சீக்கிரம் அந்த பொண்ணையும் கூட்டி நீ ஸ்ட்ரெயிட்டா மദ്രാസുக்கு வா. சிவனா? ஆமா, நம்ம சிவன் தான். அப்பையா எல்லாம் சொல்லி கொடுத்தாச்சா? எப்பவே சொல்லி கொடுத்தாச்சு. அப்பையா ஒத்து, she is very nice girl, very cooperative, ரொம்ப கட்டிக்காரி. அடுத்த வாட்டி வரும் பார்க்கலாம். ஃபிளைட் டைம் ஆச்சு, பார்த்துமா? என்ன சிவன்? டேய், ഞാൻ சொன்னதெல்லாம் ஞாபகம் இருக்கு இல்லையா? நான் வரட்டுமா? ஃபிளைட்டுக்கு டைம் ஆயிடுச்சு. എനിക്ക് പലരോടും കണക്ക് പറയാനുണ്ട്. എനിക്കത് പറയണം. ഞാനത് പറയും. എന്നെ തൊഴിച്ചവരുടെ മുഖത്ത് ഞാൻ കാറിത്തുട്ടും. ഞാൻ കാല് മടക്കി തൊഴിക്കും. ഇത്ര രാത്രിയാവുന്നവരെ ശിവേട്ടൻ എവിടെ പോയിരുന്നു? നീ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോയി? ഞാൻ ഇനി നിന്നെ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ല. എന്താ, ഞാൻ അറിയാവല്ല കോളും കിട്ടിയോ? ശിവേട്ടൻ അറിയാതൊരു കോളോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ എന്റെ ഒരു പഴയ കൂട്ടുകാരിയെ കാണാൻ പോയി. തിരിച്ചു വന്നപ്പോ വൈകിപ്പോയി. ചെട്ടിയാരെന്ത് തന്നു? 200 രൂപ തന്നു. 50 രൂപ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. കിട്ടുന്നതിൽ പാതിയൊന്നല്ലേ നമ്മുടെ കണക്ക്? എനിക്ക് പകുതിയും വേണ്ട, മുഴുവൻ ശിവേട്ടൻ എടുത്തോളൂ. അത് വേണ്ട. കച്ചവടം കച്ചവടം തന്നെ. അതിനെപ്പോഴും കണക്ക് വേണം. ശിവേട്ടൻ എന്താ ഒരു മാറ്റം? പണം സൂക്ഷിക്കണം ചുമണി. അതിന് വലിയ വിലയുണ്ട്. പണമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വേറെ എന്തെല്ലാമോ ആകുമായിരുന്നു. എന്റെ ഓഹരി എനിക്ക്, നിന്റെ ഓഹരി നിനക്ക്. ശിവേട്ടാ. നീ ഉണ്ടോ? ഇല്ല, ശിവേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഊണ് കഴിച്ചു. എനിക്കൊരാൾ ഊണ് വാങ്ങി തന്നു. എന്നാലും കുറച്ചുണ്ണാം. വേണ്ട, നീ ഉണ്ടോ? നീ ഉണ്ടില്ലേ? എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ് ഞാൻ ചോറ് വേണ്ടെന്ന് പറഞ്ഞത്.
ശിവേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. വേദനിച്ച മാറിയിരുന്ന് കരയും, അത്രേ ഉള്ളൂ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശിവേട്ടൻ പറയണം, പിണങ്ങണം, എന്നെ തല്ലണം. എനിക്കതാണ് സുഖം. എനിക്ക് അതിനാണ് ഒരാളെ വേണ്ടത്. രുക്മിണി, നമുക്ക് എവിടെയെങ്കിലും പോവാൻ ശിവേട്ട. എവിടെ എവിടെ പോവാനാണ്? എവിടെയെങ്കിലും, നമ്മളെ അറിഞ്ഞുകൂടാത്ത മറ്റെവിടെയെങ്കിലും പോണം. എവിടെയെങ്കിലും പോണം. ആരോടും പറയാത്ത ഒരു രഹസ്യമുണ്ട്. ശിവേട്ടനെങ്കിലും അതറിയണം. അത് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും രഹസ്യങ്ങളുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മൾ പലതുമായിരുന്നു. നിന്റെ രഹസ്യങ്ങൾ എനിക്കറിയണമെന്നില്ല. കാരണം ഇന്നലെ വരെയുള്ളതെല്ലാം എനിക്ക് മറക്കണം. എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ശിവേട്ടനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ ഞാൻ എല്ലാം മറക്കാൻ തുടങ്ങുകയായിരുന്നു. ശിവൻ ചേട്ടാ, ആണുങ്ങളെ തപ്പി നടക്കാതെ വേണമെങ്കിൽ ഒരു പെണ്ണിനെ കൊണ്ടുപോയിക്കോ. വരവാ, പുതു പുത്തനാ, ഇരുന്നിട്ട് ഏറിയിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാന് ഈ മുറി ഒന്ന് നോക്കാൻ വന്ന. നാളെ എന്റെ ഒരു കൂട്ടുകാരൻ വരുന്നു. ഈ മുറി മതിയൊന്ന് നോക്കാൻ മാനേജർ പറഞ്ഞു. നിങ്ങൾ നാളെ ഒഴിയുകയാണല്ലോ. ഞങ്ങൾ ഒഴിയുന്നു ആര് പറഞ്ഞു? ഒഴിയുന്നില്ലല്ലോ. ഒഴിയുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ മുറി നോക്കിക്കോളാം. എന്താ കൊച്ചേ, കൊച്ചെന്തിനാ കരയുന്നേ? കൂടെ ആരുമില്ലേ? ഒറ്റയ്ക്കാണോ? അയ്യോ, ഒറ്റയ്ക്കാണോ? ഞാനും ബേബിയേട്ടനും ഒന്നിച്ചാണ് വന്നത്. ബേബിയേട്ടൻ അച്ഛൻ വന്ന് ബേബിയേട്ടനെ കൊണ്ടുപോയി. അയ്യോ, എന്റെ കൊച്ചെ, അങ്ങനെ അങ്ങ് ഒറ്റയ്ക്ക് ഇറങ്ങി പോരാമോ? അത് എവിടെ വന്ന് പെട്ടിരിക്കാന്ന് അറിയാമോ? ചോരയും നീരുള്ള പെൺപിള്ളേരെ കണ്ടാലേ കൊത്തിപ്പറിക്കുന്ന നാടാ. കൊച്ചിനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടെ? വീട്ടിലേക്ക് ചെന്ന് എന്നെ കൊല്ലും. പിന്നെ എങ്ങോട്ട് പോകും? ആ ചെറുക്കൻ തിരിച്ചു വരുമോ? വരും, വരാതിരിക്കില്ല. എന്നാലേ കൊച്ചൊരു കാര്യം ചെയ്യും, എന്റെ വീട്ടിപ്പ. അവിടെ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ആരെങ്കിലും അന്വേഷിച്ചു വരുന്നവരെ വേണമെങ്കിൽ അവിടെ താമസിക്കാം. അയ്യോ, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. കൊച്ചിന്റെ വിഷമം കണ്ടി ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ചേട്ടാ, ഞാൻ വരാം. ആ, നമുക്കിന്നൊരു വിരുന്നുകാരിയുണ്ട്. ഇതെന്റെ ഭാര്യ രുക്മിണി, സോഫി. ഈ പെങ്കൊച്ചിന്റെ അബദ്ധം പറ്റി നട്ടല്ലില്ലാത്ത ഒരുത്തിനെ കയറി പ്രേമിച്ചു. അവനെ കിട്ടേച്ചു പോയി. പാവം.
വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. കുട്ടിയാ, ആദ്യമായിട്ടാ അവള്. സാറേ ഒന്ന് മനസ്സിൽ വെച്ചോണം. എടോ ശിവ, താനിത് വേറെ വല്ലവരോടും പറ. പുതിയതാണ് പോലും. അയ്യോ, ഇത് നേരാ, സത്യമായിട്ടും ഇത് പുതിയതാ സാറേ. പുതിയതിനെ കല്യാണം കഴിക്കാൻ തന്നെ കിട്ടുന്നില്ല. പിന്നെ ഒന്ന് പോടോ. ആ മുറിയിലുണ്ട് സാറേ. ആ കാശിങ് തന്നേച്ചു. അതെന്താ, തനിക്കിന്ന് വിശ്വാസമല്ലേ? അയ്യോ, അതുകൊണ്ടല്ല, ഞാനേ ഒന്ന് കറങ്ങിയേച്ചു വരാം. ആ, ഇതെന്താ, ഞാൻ 150 പറഞ്ഞത്. കുറഞ്ഞത് 100 കിട്ടണം. അയ്യോ, ഇതിരിക്കട്ടെ, ബാക്കി പിന്നെ തരാനേ. അതൊക്കെ ശരിയാ. ഒരു 10 രൂപ വെറുതെ ചോദിച്ചാ സാറ് തരുമോ? സാറ് കാര്യം ചെയ്യും, ഇതങ്ങോട്ട് പിടി. എനിക്കും സാറിനും വിഷമം വേണ്ടല്ലോ. ആ മുറിയിലുണ്ട് സാറേ. പറഞ്ഞു ഓർമ്മ വേണേ, പുതിയതാ. എന്റെ അടുത്ത് വരില്ലേ? അയ്യോ, എന്റെ അടുത്ത് വരില്ലേ? ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഇവിടുന്ന് പോവൂ. എന്നെ ഉപദ്രവിക്കല്ലേ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടുന്ന് പോണം. എനിക്കിതൊന്നും പരിചയമില്ല. നിങ്ങളൊന്ന് ഇവിടുന്ന് പോണം. ഇവിടുന്ന് പോവൂ. അയ്യോ, ഉപദ്രവിക്കല്ലേ. ഇവിടുന്ന് പോവൂലേ. അയ്യോ, എന്റെ അടുത്ത് വരില്ലേ? അയ്യോ, ചെല്ലടി, എന്റെ മുമ്പിൽ എത്ര പതിവ്രതയാകണ്ട. വെറുതെ അല്ല, നല്ല കാശ് മേടിച്ചിട്ടാ. എനിക്കിതൊന്നും ശീലമില്ല ശിവേട്ട. ശീലിക്കണമടി. നിനക്ക് വിശക്കില്ലേ? ആഹാരം കഴിക്കണ്ടേ? ചേച്ചി, ഞാൻ പോവാൻ ശിവേട്ട. എനിക്കിത് ശീലമല്ലേ. അവളും ശീലിക്കണ്ടടി. അവക്കെന്താ ശീലിച്ചാൽ? അവൾ പാവമല്ലേ ശിവേട്ട? നീ പാവമല്ലേ, ഞാൻ പാവമല്ലേ? നമ്മൾ എന്തിനു ചെയ്യുന്നു? ജീവിക്കാൻ, വിശപ്പിന് വേണ്ടി. അവർക്ക് ചെയ്യാൻ വയ്യെങ്കിൽ എവിടെങ്കിലും പോയി തൊലയട്ടെ. ശിവേട്ട, ഞാൻ പോകാം ശിവേട്ട. എന്തെങ്കിലും ചെയ്യും. അയാളെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല.
വീട്ടുകാരെ വീട്ടുകാരെ ഇവിടെ ആരുമില്ലേ? എന്ത് വേണം? ശിവന്റെ വീട് ഇതല്ലേ? അതെ അതെ, ശിവേട്ടൻ ഇവിടെ ഇല്ല. സോഫി എന്നൊരു പെൺകുട്ടി ഈ വീട്ടിലല്ലേ? അത് നിങ്ങളാണോ? എന്തിനാ അന്വേഷിക്കുന്നത്? ഇനിയും വല്ല ഹോട്ടലിലും കൊണ്ടാക്കി കടന്നു കളയാനാണോ? എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്റെ അച്ഛൻ. എന്നാ പിന്നെ അച്ഛന്റെ അനുവാദത്തോടു കൂടി പ്രേമിക്കാമായിരുന്നില്ലേ? എന്താ ഇപ്പൊ അച്ഛന്റെ അനുവാദം കിട്ടിയോ? പെങ്ങളെന്നെ മനസ്സിലാക്കാതെയാണ്. മനസ്സിലായി. നിന്നെ പോലുള്ളവരെ ഒത്തിരി കണ്ടവളാ ഞാൻ. ചെല്ല്, അവൾ അവിടെ ഉണ്ട്. ചെല്ല്. ഇങ്ങോട്ട് വന്നു ബേബിച്ചായ. ഇപ്പൊ എന്തിനിങ്ങോട്ട് വന്നു? നമുക്ക് പോവാൻ സോഫി. അപ്പച്ചൻ സമ്മതിച്ചു. വൈകിപ്പോയി. ഇന്നലെ വന്നിരുന്നെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഞാൻ ബേബിച്ചായനെ കല്യാണം കഴിക്കാൻ കൊള്ളാത്ത പെണ്ണായിപ്പോയി. ഞാൻ ചീത്തയാണ്, ചീത്തയായി പോയ പെണ്ണ്. പക്ഷേ ഇപ്പോഴും എന്റെ മനസ്സ് ശുദ്ധമാണ് ബേബിച്ചായ. അവിടെ ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ. എന്താ മറുപടി പറയാൻ തന്റെ വായിൽ നാവില്ലേ? അവൾ തന്നോട് സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ? അവൾക്കിത് പറയാതിരിക്കാമായിരുന്നു. താനല്ലേ അതിന് കാരണക്കാരൻ. ആ പാവത്തിനെ ഹോട്ടലിൽ കൊണ്ടാക്കി താൻ ഓടിപ്പോയതുകൊണ്ടല്ലേ അവൾക്കിത് പറ്റിയത്? താനല്ലേ അവളെ ചീത്തയാക്കിയത്? തന്നെ പോലുള്ളവരാണ് ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത്. നിന്നെ പോലൊരുത്തനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിനക്കാരും തൊടാത്ത പെണ്ണിനെ വേണം അല്ലേ? അന്വേഷിച്ച് നടക്ക്. എന്തെങ്കിലും കിട്ടിയാൽ എന്നെ ഒന്ന് അറിയിക്കണേ. ചേച്ചി, മോളെ, മോള് കരയാതിരിക്കും.